ഹായ് ഹലോ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരു നിലയും വിലയുമുള്ള ഒരു വ്യക്തിയാവണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. അതിപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, നമ്മുടെ കൊളീഗ്സിൻ്റെ ഇടയിൽ, കോളേജിലായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അതുപോലെ എവിടെ പോയാലും ഒരു വാല്യബിൾ പേഴ്സൺ ആവണം, ഒരു നിലയും വിലയുമുള്ള ഒരു വ്യക്തിയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മളിൽ പലരും. അതുമല്ലെങ്കിൽ അവർ നമ്മളെ കാണുമ്പോൾ ഒന്ന് ബഹുമാനത്തോടെ സംസാരിക്കണം, ബഹുമാനത്തോടെ നോക്കണം. ഒരു വിലയുള്ള മനുഷ്യനോട് എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ തന്നോടും സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. നിങ്ങളിപ്പോൾ കരുതും പണമുള്ളവനെ ബഹുമാനിക്കും, അല്ലെങ്കിൽ നല്ല പദവിയിലിരിക്കുന്നവനെ ആൾക്കാർ ബഹുമാനിക്കും എന്നൊക്കെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പണവും പദവിയും ഇല്ലാത്ത അപൂർവം ചില ആളുകൾ വളരെയധികം ആരാധനയോടെയും ബഹുമാനത്തോടെയും ഒക്കെ ആയിരിക്കും അവരോട് സംസാരിക്കുന്നത്. അവർ വലിയ പണക്കാരായിരിക്കില്ല, അതുപോലെ വലിയ പദവി വഹിക്കുന്നവരുമായിരിക്കില്ല. പക്ഷെ ആളുകൾ വളരെ ബഹുമാനത്തോടായിരിക്കും അവരെ സമീപിക്കുന്നത്, നല്ല നിലയും വിലയും കൊടുത്തായിരിക്കും അവരോട് പെരുമാറുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു മുഖം വന്നിട്ടുണ്ടാവും. ഇനിയും ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ കാര്യം നിങ്ങൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആ സർക്കിളിലുള്ള ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു നിലയും വിലയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് മുന്നിൽ 2 പേരെ ഞാൻ കൊണ്ടു നിർത്തുകയാണ്. ഇതിലൊരാൾ വലിയൊരു വായാടിയാണ്, വാ തോരാതെ സംസാരിക്കുന്ന ഒരാൾ. രണ്ടാമത്തെ ആൾ നിർത്തി സംസാരിക്കുന്ന, സൈലൻ്റ് ആയിട്ടുള്ള, കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മാത്രം ഉത്തരം പറയുന്ന ഒരു മനുഷ്യൻ. ഈ 2 പേരിൽ ആരോടായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും താല്പര്യത്തോടെ സംസാരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക? കഴിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, പോസിങ്. അതായത് നിങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു 2-3 സെക്കൻഡ് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്ന ശേഷം മാത്രം അതിന് ഉത്തരം പറയാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങളിതൊന്ന് പരീക്ഷിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ കുറഞ്ഞത് 2-3 സെക്കൻഡ് ഒന്ന് സൈലൻ്റ് ആയതിനു ശേഷം അതിന് ഉത്തരം പറയുകയോ അല്ലെങ്കിൽ മറുപടി പറയുകയോ ചോദ്യം ചോദിക്കുകയോ ചെയ്യുക. ഈ ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ അത് ആളുകൾക്കിടയിൽ നിങ്ങളോട് ഒരു വാല്യൂ ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് സൈലൻസ് എന്ന് പറയുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന പവർഫുള്ളായിട്ടുള്ള എല്ലാ മനുഷ്യരും സൈലൻസ് കീപ്പ് ചെയ്യുന്നവരാണ്. നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ അവർ ഒരു 2-3 സെക്കൻഡ് പോസ് ചെയ്ത് സൈലൻസ് കീപ്പ് ചെയ്ത് കാമായതിനു ശേഷം മാത്രമേ മറുപടി പറയൂ. അവരോരോ കാര്യവും നിർത്തി വ്യക്തമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരോട് സംസാരിക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് തന്നെ കാണും. ഇത് തന്നെയാണ് അവർക്ക് അവരോടൊരു ബഹുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. മറിച്ച് വാ തോരാതെ സംസാരിക്കുന്ന വായാടിയായിട്ടുള്ള ഒരു വ്യക്തിയോട് പലർക്കും സംസാരിക്കാൻ ഒരു താല്പര്യവും ഉണ്ടാവില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒന്നെങ്കിൽ സംസാരിക്കാൻ അവർ അവസരം കൊടുക്കത്തില്ല, അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇത് സത്യത്തിൽ ഒരു ദുശീലമാണ്. ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല, മാത്രമല്ല അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റും കുറയുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു 2-3 സെക്കൻഡ് പോസ് ചെയ്ത് അല്ലെങ്കിൽ സൈലൻസ് കീപ്പ് ചെയ്ത് നിർത്തി സംസാരിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ശീലിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മാറ്റം ഫീൽ ചെയ്തു തുടങ്ങും. മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള പെരുമാറ്റത്തിലും നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.